എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. പലരും അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതിലേറ്റവും ആദ്യമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത് പ്രമേഹ രോഗമാണ്. അത് കഴിഞ്ഞാൽ PCOS, പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്ന് വിളിക്കുന്ന PCOS, അതുപോലെയുള്ള ഒരുപാട് അസുഖങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാറുണ്ട്. പലരും കൃത്യമായ രീതിയിൽ മെറ്റ്ഫോർമിൻ പോലെയുള്ള പല മരുന്നുകളും പ്രമേഹത്തിനായാലും അല്ലെങ്കിൽ PCOD പോലെയുള്ള പ്രശ്നങ്ങളായാലും ഉപയോഗിച്ച് വരാറുമുണ്ട്. പലർക്കും ഈ തരത്തിലുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസോടുകൂടി അല്പം ഡിപ്രഷൻ, അല്പം ആങ്സൈറ്റി ഒക്കെ ഉള്ള ആൾക്കാർ നമ്മൾ പലരെയും കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ പലരും പറയുന്ന കംപ്ലൈൻറ്റ്, പറഞ്ഞിട്ടുള്ള പല സപ്ലിമെൻറ്റ്സുകളും എടുക്കുന്നുണ്ട്, മരുന്നുകൾ എടുക്കുന്നുണ്ട്, കൃത്യമായ ഭക്ഷണ ക്രമീകരണവും വ്യായാമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് ചില കാര്യങ്ങൾ വരുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കാം? അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടൻറ്റ്, ഒരു മോളിക്യൂൾ നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇനോസിറ്റോൾ എന്നാണ് ഈ മോളിക്യൂളിൻ്റെ പേര്. ഇനോസിറ്റോൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ഉണ്ടാക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഇത് സാധാരണഗതിയിൽ ഇതിനെ ഒരു ഷുഗർ ആൽക്കഹോൾ എന്ന വിഭാഗത്തിലാണ് ഇത് പെടുത്തുക. ഷുഗറല്ല, ഷുഗർ ആൽക്കഹോൾ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ശാസ്ത്രീയമായിട്ട് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. ഇതിനെ പൊതുവായിട്ട് പലരും വിളിക്കുന്ന വൈറ്റമിൻ B8 എന്നാണ്. B8 എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവില്ല. നമ്മൾ സാധാരണ കേൾക്കുക വൈറ്റമിൻ B12, വൈറ്റമിൻ B6, വൈറ്റമിൻ B2 എന്നൊക്കെയാണ്. ഇത് വൈറ്റമിൻ B8 ആണ്. ഈ വൈറ്റമിൻ B8 എന്ന് കൃത്യമായിട്ട് ഇതിനെ പറയാനും പറ്റില്ല. കാരണം ഇതൊരു വ്യക്തമായ രീതിയിൽ പറഞ്ഞാൽ ഇതൊരു വൈറ്റമിൻ അല്ല. ഇത് അത്യാവശ്യം പല ബയോകെമിക്കൽ റിയാക്ഷൻസിനെ, നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന പല ജീവധർമ്മ പ്രവർത്തനങ്ങളെയും പ്രക്രിയകളെയും സഹായിക്കുന്ന ഒരു ഘടകമാണ്. പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഇനോസിറ്റോൾ എന്ന് പറയുന്ന ഘടകം 9 തരത്തിലുണ്ട്. ഈ 9 തരത്തിൽ മയോ ഇനോസിറ്റോൾ എന്ന് പറയുന്ന ഘടകമാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഡി കൈറോ ഇനോസിറ്റോൾ എന്ന് പറയുന്ന മറ്റൊരു ഘടകം കൂടി നമ്മുടെ ശരീരത്തിനകത്ത് പൊതുവായിട്ട് കാണാറുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ്, ഡി കൈറോ ഇനോസിറ്റോളും മയോ ഇനോസിറ്റോളും. ഈ രണ്ട് കാര്യങ്ങളാണ് പൊതുവായിട്ട് മനുഷ്യരുടെ ഇടയിൽ കാണുന്ന ഇനോസിറ്റോളുകൾ. നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കുന്നതാണ് 80% ശരീരം ഉണ്ടാക്കുന്നത്, അത് കിഡ്നിയാണ് ഉണ്ടാക്കുന്നത്. 20% നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത്. പലപ്പോഴും നമ്മുടെ ഭക്ഷണത്തിൽ നിന്നോ സപ്ലിമെൻറ്റിൽ നിന്നോ നമുക്ക് കിട്ടാതിരിക്കുകയാണെങ്കിൽ ഇനോസിറ്റോൾ ഡെഫിഷ്യൻസി ഉണ്ടാകാം. ഈ ഇനോസിറ്റോൾ ഞാൻ പറഞ്ഞു, അതുകൊണ്ട് തന്നെയാണ് കിഡ്നി രോഗങ്ങൾ വരുന്നവരുടെ ശരീരത്തിനകത്ത് ഇനോസിറ്റോൾ താരതമ്യേനയായിട്ട് കുറയും. പലപ്പോഴും ലിവർ സംബന്ധമായിട്ടുള്ള രോഗം വരുന്നവർക്ക് ഇനോസിറ്റോൾ പൊതുവായിട്ട് കുറഞ്ഞു വരുന്നതായിട്ടും കാണാറുണ്ട്. ശേഷിക്കുന്ന 20% മേൽ സൂചിപ്പിച്ചതുപോലെ ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത്. സാധാരണ നമുക്ക് ഇനോസിറ്റോൾ ധാരാളം അടങ്ങിയ ഭക്ഷണ വസ്തുക്കളാണ്. ഒന്ന് ബീൻസ്, മറ്റൊന്ന് ബ്രൗൺ റൈസ്, നമ്മുടെ തവിടോട് കൂടിയിട്ടുള്ള അരികൾ, മറ്റൊന്ന് സിട്രസ് ഫ്രൂട്ട്സ്, പുളിരസമുള്ള പഴങ്ങളിലൊക്കെ ഇത് ധാരാളമായിട്ടുണ്ട്. നട്ട്സിൽ ഇത് ധാരാളമായിട്ടുണ്ട്. നാരുകൾ അടങ്ങിയ ഭക്ഷണത്തിലും ഇനോസിറ്റോൾ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ഭക്ഷണമൊക്കെ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുന്ന ആൾക്കാർക്ക് ഇനോസിറ്റോളിൻ്റെ ലഭ്യത കിട്ടുകയും അവർക്ക് പല അസുഖങ്ങളെയും മറികടക്കാൻ വേണ്ടി കഴിയുകയും ചെയ്യും. ഇനി ഇനോസിറ്റോൾ കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഞാൻ സൂചിപ്പിച്ചു, PCOS ആണ്, പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്, പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം. മറ്റൊന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടുണ്ടാകുന്ന നേരത്തെ പറഞ്ഞ ഡയബറ്റീസ്. വേറൊന്ന് ഡിപ്രഷനാണ്, ഇൻസോംനിയ, ഉറക്കക്കുറവ്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇനോസിറ്റോൾ കൊണ്ട് നമുക്ക് മറികടക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ പലപ്പോഴും മെറ്റ്ഫോർമിൻ എന്ന് പറയുന്ന മരുന്നിനേക്കാൾ കൂടുതൽ എഫിഷ്യൻസി, കഴിവ് കൂടിയത് ആണ് ഇനോസിറ്റോൾ എന്നും ചില പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ശരീരത്തിനകത്ത് ഇനോസിറ്റോൾ ശരിയായ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ പല ഗുണങ്ങളും നമുക്കുണ്ടാവും. അതിലൊന്ന് BMI, ബോഡി മാസ് ഇൻഡെക്സ് റെഗുലറൈസ് ചെയ്യുക. അത് നല്ല രീതിയിൽ കൊണ്ടുപോകുക. നമ്മുടെ അമിതമായിട്ടുള്ള വണ്ണമൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഇതൊരു പരിധിവരെ സഹായിക്കും. ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഇതൊരു പരിധിവരെ സഹായിക്കുന്നുണ്ട്. ഗ്ലൂക്കോസിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കാനും അതുവഴി അതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ മാറ്റാനും ഇത് സഹായിക്കും. പലപ്പോഴും ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഡയബറ്റീസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗർഭിണിയാവുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രമേഹമാണിത്. ഈ പറയുന്ന
ഗർഭിണിയായിട്ടുള്ള അവസ്ഥയിൽ ഉണ്ടാകുന്ന ഡയബറ്റീസിനെ മറികടക്കാൻ വേണ്ടി 4 ഗ്രാം മയോ ഇനോസിറ്റോൾ കൊടുത്താൽ, അത് ഏകദേശം ഒരു 3 മാസത്തോളം കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഡയബറ്റീസ് കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസുകളെ മറികടക്കാൻ കഴിയുമെന്ന് മെറ്റാ അനാലിസിസ് പല പഠനങ്ങളും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പി സി ഒ ഡി വരികയാണെങ്കിൽ 2 ഗ്രാം ഇനോസിറ്റോൾ, പ്രത്യേകിച്ച് മയോ ഇനോസിറ്റോൾ തന്നെ 2 നേരം ഏകദേശം 6 മാസത്തോളം കൊടുക്കുന്നതും വളരെയധികം ഈ പ്രമേഹത്തിനെ കൺട്രോൾ ചെയ്യാനും PCODയെ കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡയബറ്റീസ് വളരെയധികം കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് 2 ഗ്രാം 2 നേരം 12 മാസം, ഏകദേശം 1 വർഷത്തോളം കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇങ്ങനെ അവർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ പ്രമേഹത്തോടു കൂടി ഉണ്ടാകുന്ന ഡിപ്രഷൻ മാറാനുള്ള എല്ലാവിധ സാധ്യതയും അവിടെയുണ്ട്. ഉറക്കത്തിനെ നിയന്ത്രിക്കുന്നതിലും ഈ ഇനോസിറ്റോൾ എന്ന് പറയുന്ന ഘടകത്തിന് കാര്യമായിട്ടുള്ള ഫങ്ഷനുണ്ട്. നമ്മൾ പലപ്പോഴും സ്ട്രെസ്സ് കൊണ്ടാണ് ഉറക്കം നമുക്ക് കുറയാറുള്ളത്. സ്ട്രെസ്സ് ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ശരീരത്തിനകത്ത് സെറാട്ടോണിൻ എന്ന് പറയുന്ന ഹാപ്പി ഹോർമോൺ ശരിയായ അനുപാതത്തിൽ ഇല്ലാത്തതുമാണ്. അപ്പോൾ സെറാട്ടോണിൻ്റെ ഉൽപ്പാദനത്തെ വർദ്ധിപ്പിക്കാനും അതിനെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാനും ഇനോസിറ്റോളിന് പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട്. ചില പഠനങ്ങളൊക്കെ പറയുന്ന ഇനോസിറ്റോളിനും ഡിപ്രഷനും തമ്മിൽ കൃത്യമായിട്ടുള്ള ഒരു കണക്ഷൻ ഇല്ല, അതൊരു പ്ലാസിബോ എഫക്റ്റാണ്, നമുക്കൊരു തോന്നുന്ന ഒരു കാര്യം മാത്രമാണെന്നാണ് ചില പഠനം പറയുന്നത്. അതുകൊണ്ട് ഡിപ്രഷന് കാര്യമായിട്ട് ഇത് സഹായിക്കണമെന്ന് ഇല്ല. പക്ഷേ പലപ്പോഴും പ്ലാസിബോ എഫക്റ്റ് ഇത് കഴിച്ചവർക്ക് ഇത് കുറഞ്ഞു വരുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇനി ഇനോസിറ്റോളിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാകും. ഒരു ദിവസം നമ്മൾ 12 ഗ്രാമിലധികം ഇനോസിറ്റോൾ കൊടുക്കുകയാണെങ്കിൽ അത് ഒരു പക്ഷേ ഈ വ്യക്തിക്ക് നോസിയ അല്ലെങ്കിൽ ഛർദി വരുന്നത് പോലെയുള്ള ഒരു തോന്നലുണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു ഓക്കാനം ഉണ്ടാക്കാം, അതുപോലെ അതികഠിനമായ തലവേദനകൾ ഉണ്ടാക്കാം, GI അപ്സെറ്റ് അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങളുണ്ടാകാം, ചിലർക്കത് ഡയറി ആയിട്ട് ലൂസ് മോഷൻ ആയിട്ടുണ്ടാവാം, ചിലർക്കത് കോൺസ്റ്റിപ്പേഷൻ ആയിട്ടുണ്ടാവാം. അത് പക്ഷേ ഇതൊക്കെ വരുന്നത് 12 ഗ്രാമിലധികം ഇനോസിറ്റോൾ നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ സാധാരണഗതിയിൽ 10 ഗ്രാമോളം ഇനോസിറ്റോൾ ഒരു വ്യക്തിക്ക് കൊടുത്താൽ പോലും ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസുകളൊന്നും വരാറില്ല. അതുപോലെ തന്നെ എൻ്റെ പല രോഗികൾക്കും, പ്രത്യേകിച്ച് PCODയും ഡയബറ്റീസുമുള്ള പല രോഗികൾക്കും അവർക്ക് ഈ പ്രശ്നത്തോടു കൂടി അല്പം ആകാംക്ഷയും ആങ്സൈറ്റിയും ഒക്കെയുള്ള ആളാണെങ്കിലോ, അല്ലെങ്കിൽ അവർക്ക് ഈ സാധാരണ മരുന്നുകളോ സപ്ലിമെൻറ്റിലോ അവർക്ക് ആശ്വാസം ലഭിക്കുന്നില്ലെങ്കിലോ ഇനോസിറ്റോൾ അവർക്ക് കൊടുക്കുന്ന സമയത്ത് അവർക്കൊക്കെ വളരെ വ്യക്തമായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നതായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇനോസിറ്റോൾ നല്ലതാണ് എന്ന് നമുക്ക് ഇതിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അധികമായാൽ അമൃതം വിഷമാണ്, അല്ലെങ്കിൽ ശരിയായ ഡോസിലല്ലാതെ നമ്മളിത് ചെയ്യുന്നത് ഒരു നല്ല റിസൾട്ട് പലപ്പോഴും തരാറില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു PCODയിൽ അത് 2 ഗ്രാമൊക്കെയാണ് കൊടുക്കേണ്ടി വരാറുള്ളത്. പക്ഷേ ഒരു വ്യക്തിയുടെ ബോഡി മാസ് ഇൻഡെക്സ് അനുസരിച്ച് ഈ ഗ്രാമിൽ വ്യത്യാസങ്ങൾ വരാം. അവർ കഴിക്കേണ്ടുന്ന ഇൻടേക്ക് ചെയ്യേണ്ടുന്ന ഇനോസിറ്റോളിൻ്റെ അളവിൽ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ അധികമായാലും അല്ലെങ്കിൽ കുറഞ്ഞാലും അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ഒരു ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ സഹായത്തോട് കൂടിയിട്ട് തന്നെയാണ് നിങ്ങളിത് കഴിക്കേണ്ടത്. ഇത് അല്ലാതെ ഇനോസിറ്റോൾ നല്ലതാണെന്ന് കരുതി ഇനോസിറ്റോളിൻ്റെ ഏതെങ്കിലും ഫോമിൽ എന്തെങ്കിലും അളവിൽ നിങ്ങൾ കഴിച്ചതുകൊണ്ട് അത് നിങ്ങൾക്ക് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടാകണമെന്നില്ല. മറിച്ച് അത് അഡ്വേഴ്സ് എഫക്റ്റ്, ചീത്ത എഫക്റ്റ് ഒരു പക്ഷേ ഉണ്ടാക്കിയേക്കാനും സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഏതൊരു സപ്ലിമെൻറ്റ്സും, അത് ഇനോസിറ്റോൾ ആവാം, ഏതൊരു സപ്ലിമെൻ്റ് ആവാം, അത് കൃത്യമായിട്ട് ഒരു ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ, നിങ്ങളുടെ ഡോക്ടറുടെ അഭിപ്രായത്തോടു കൂടി മാത്രം, നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളോട് ഇത് കൂടിച്ചേർന്ന് പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ, ഒരു എക്സ്പേർട്ട് ഒപ്പീനിയനോട് കൂടി മാത്രമേ നിങ്ങളിത് കഴിക്കാൻ വേണ്ടി പാടുള്ളൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി.